Damindok, Henulagopisone, Halopin, Esraham, Elaine. Mada Parishuddhan Martan, Prarthanaya, Kripashiga, Surapidavin, Ekasuran, Vachanamadam, Pradirihidan, Ni, Nada, Nripade, Devanin, Studi Padi, Pugalti, ജീവനുമായി ഹവന്നോ നീ മഹിമയിലും പരിപാവന കന്യ ദേവജനനി മറിയാമിൽ നിൻ ഗുരുവായി ജഡമേറ്റോ നീ ഭേദമതന്യേ മനുജനുമായി നീ മിശിഹാനാഥ ഞങ്ങൾക്കായി നീ ക്രൂശിതനായി തവ നിഹനീശോന്നി അതിപാവനമാ പ്രീത്വത്തിൽ ഒരുവൻ നീ താതനോടും തൻ റൂഹായോടും ആരാധ്യൻ സത്യനുമാം നാഥ ഇവർ കൃപ തോന്നീണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോ, കുരിയേലായിസോ, കുരിയേലായിസോ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറിക്കുമോ. ശ്രീഹാടയുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നീക്കമുണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, ദൈവത്തെ അറിയാതിരുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുകയും ചെയ്യുന്നു. ആകയാൽ ബലഹീനതകളും വ്യർത്ഥങ്ങളുമായ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഒരിക്കൽ കൂടെ അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വെറുതെ വലിയായെന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹോദരനെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ എന്നെ പോലെയാകുവിൻ. ഞാൻ തന്നെ നിങ്ങളെ പോലെയാണല്ലോ. നിങ്ങൾ എന്നോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക അസ്വസ്ഥമുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ ശരീരസ്ഥിതി നിങ്ങൾക്ക് പരീക്ഷമായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. മറിച്ച് എന്നെ ഒരു ദേവദൂതന്മാരെ പോലെ സ്വീകരിച്ചു. നിങ്ങളുടെ ആ സന്തോഷം ഇന്നെവിടെ പോയിരിക്കുന്നു? സാധ്യമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചൂഞ്ഞെടുത്തു തരുമായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി തീർന്നു. അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് വെറുതെയൊന്നുമല്ല. നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും തന്നെ. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുന്നു അനുഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ സന്നിധനായിരിക്കാനും എന്റെ സംസാരത്തിൽ തന്നെ മാറ്റാനും സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നു. എന്തെന്നാ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. ബാർക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹാമുൻപിൽ ബാർക്കുമോ നുണമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ യവങ്കേനിയോല്ലി ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു തമ്പുരാന്റെ ആഗമനത്തിന്റെ സമയത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പറയുന്നു. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ആനയിക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബേത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ജനനീ ധന്യേ കന്യകരീ പരിമളധൂപത്തോ ഒന്നിച്ചെന്നും നിന്നോർമ്മ മാറി നിന്നോട് പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദര സഹോദരികളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരവസരത്തിലാണല്ലോ ഈ ഞായറാഴ്ചയുടെ സായം സന്ധ്യയിൽ നാം എല്ലാവരും ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. അടൂർ പ്രദേശത്ത് 90 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വിശ്വാസ കൂട്ടായ്മയുടെ ഒരു അവലോകനവും അത് തുടർന്ന് ശക്തിയോടെ മുൻപോട്ടു പോകുന്നതിനുള്ള ദൈവകൃപയും ആർജിച്ചുകൊണ്ട് നമ്മള് നവതിയിലേക്ക് പ്രവേശിച്ചു. പലവിധമായ പരിപാടികൾ നാം ആസൂത്രണം ചെയ്തു. ജയിച്ചതുണ്ട്, കുറച്ചൊക്കെ ജയിച്ചതുണ്ട്, ചെയ്തു തീർക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ദൈവത്തിന് നാം നന്ദി പറയുകയാണല്ലോ. അടൂർ പ്രദേശത്ത് 90 വർഷങ്ങൾക്ക് മുൻപ് പുണ്യപിതാവായ ദൈവദാസൻ ആരംഭിച്ച മലങ്കര സഭയുടെ ആ തൈ വളർന്ന് പന്തലിച്ച് ഇന്ന് ഈ സ്ഥിതിയിൽ ആയി തീരുന്നതിന് ദൈവത്തിന്റെ കൃപ ധാരാളമായി നമുക്ക് ലഭിച്ചു. പഴയ കാലങ്ങളിൽ ഒക്കെയും നാം എല്ലാവരും സഭയുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇവിടമാണ് നമ്മുടെ ലാൻഡ്മാർക്ക്. അടൂരിൽ വന്നിട്ടാണ് നാം പല ഭാഗത്തോട്ട് തിരുവല്ലായിക്കും അല്ലെങ്കിൽ മാവേലിക്കരയ്ക്കും പത്തനംതിട്ടയ്ക്കും തിരുവനന്തപുരത്തും ഒക്കെ പോകുന്നത്. അടൂർ എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ വരുന്ന ആളുകൾക്ക് തിരുഹൃദയ ദേവാലയത്തിന്റെ അടുത്ത് വന്ന് പോകുന്നതിനെ പറ്റി എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമായിരുന്നല്ലോ. ഈ ദേവാലയത്തിൽ വന്നുകൊണ്ട് വിശുദ്ധ കുർബാന കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഈ പട്ടണത്തിന്റെ മധ്യത്തിലുള്ള ഈ ആലയത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുവാനും നമ്മുടെ പൂർവീകർക്ക് സാധിച്ചിട്ടുണ്ട്. അനുഗ്രഹത്തിന്റെ ഒരു തിരുനാൾ. ഈ ദേവാലയം അതിമനോഹരമായി പുതുക്കി പണി കഴിപ്പിച്ച് പരിശുദ്ധ കാതോലിക്കാ ബാവ ആശീർവദിച്ച് നമുക്ക് തന്നു. അനുഗ്രഹത്തോടെ ഈ പ്രദേശത്തെ ദൈവമക്കളായ നമ്മൾ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നവതിയുടെ ആശംസകൾ സ്നേഹപൂർവം ഞാൻ നേരുകയാണ്. സഹോദരങ്ങളെ, ആഗമന കാലത്തോട് അടുത്തുകൊണ്ടാണല്ലോ നാം ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ദൈവത്തെ നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണല്ലോ ദൈവത്തിന്റെ ജനമായ നാം
പരിശുദ്ധരായി തീരുന്നതിനു വേണ്ടിയാണല്ലോ ഈ ദേവാലയം. നിങ്ങൾ പരിശുദ്ധരായിരിക്കണം, എന്തെന്നാൽ നിങ്ങളുടെ കർത്താവും ദൈവവുമായ ഞാൻ പരിശുദ്ധനാണ്. ലേവ്യ പുസ്തകത്തിൽ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം ദൈവമക്കളെ, കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളായ ദൈവം പരിശുദ്ധനും അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നൽകുന്ന പരിശുദ്ധനായ ഒരു ദൈവമാണ്. ആ ദൈവത്തെ ആരാധിക്കുന്നതിന്, ആ ദൈവത്തിന് നന്ദി പറയുന്നതിന്, ആ ദൈവത്തെ മുറുകെ കെട്ടിപ്പിടിക്കുന്നതിന് കർത്താവ് ദൈവം, പിതാവായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ ഒരുക്കിക്കൊണ്ട് അതിന്റെ അവസാനത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിന്? ആ ദൈവം പരിശുദ്ധനാണെന്നും അത് കർത്താവാണെന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ജനം മുൻപോട്ട് പോകുന്നതിന്. നിങ്ങൾക്ക് അത് സാധിക്കുന്നതിൽ ഞാൻ തീർത്തും കൃതാർത്ഥനാണ്. ലേവ്യ പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. 25-ാം അധ്യായത്തിൽ ജൂബിലി ആഘോഷിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന്, ആഡംബരത്തിൽ കൂടി ആയിരിക്കണം. ലൗകികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയും പങ്കുവെക്കണം. ആത്മീയമായ കുതിപ്പ് ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ജനം ജൂബിലി ആഘോഷിച്ചത് മറ്റുള്ളവരെ കൂടി കണ്ടുകൊണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നതിനായിരുന്നു. നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയാണ്. അപ്പോൾ ജൂബിലി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയാണ്. ആത്മശോധന ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ എത്രമാത്രം ഈ ജൂബിലി, ഈ നവതി ആഘോഷിച്ചപ്പോൾ നാം എത്രമാത്രം ഉയർന്നു. യഹൂദജനം ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിൽ കുറവുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് അവരുടെ കുറവുകളെ പരിഹരിച്ചു കൊടുക്കും. അവരിൽ ആരും ക്ഷീണിതരായി കാണുവാൻ പാടില്ല. ജൂബിലി സന്തോഷത്തിൻ്റെതാണെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കുന്നതിന് ഞാൻ മാത്രമല്ല എന്റെ സഹോദരങ്ങളോടും ചേർന്ന് പങ്കുവയ്ക്കണം. എന്റെ സഹോദരങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണം. 365 ദിവസവും വേല ചെയ്തങ്ങനെ ജീവിക്കുന്നതല്ല. എടാ മോനെ, മോളെ, നീ ഈ ഒരു വർഷം വിശ്രമിക്കണം. നീ ഉണ്ടാക്കിയ സമ്പത്ത് ശേഖരിച്ചു വെച്ച് മക്കൾക്കും കൊടുത്ത് ദൈവത്തിന് സ്തുതിയർപ്പിക്കണം, പ്രാർത്ഥിക്കണം. നിന്റെ പിതാവായ ദൈവം ഞാൻ പരിശുദ്ധനാണ്. മുട്ടുള്ളവന് കൊടുക്കണം. പാവപ്പെട്ടവനെ കണ്ടുപിടിക്കണം. ആരാണ് പാവപ്പെട്ടവൻ? എനിക്കറിയത്തില്ല. എന്റെ അടുക്കൽ വരുന്ന ഒരു പാവപ്പെട്ടവനെന്ന് എനിക്കറിയാം. അവന്റെ കടം ഇളച്ചു കൊടുക്കണം. അത് വീട്ടുവാൻ അവന് നിവൃത്തിയില്ലെങ്കിൽ
അവനെ കൊരളയ്ക്ക് പിടിച്ച് ഞെക്കി അവിടെ ഇരുത്തി വാങ്ങിച്ചിട്ട് വിടുന്നോ? ക്ഷമിക്കണം, ഇളച്ചു കൊടുക്കുക, അവനോട് ക്ഷമിക്കുക, കുറ്റക്കാരനോട് ക്ഷമിക്കുക. അതാണ് ജൂബിലി. സഹോദരങ്ങളെ, ഇല്ലാത്തവനു കൂടി പങ്കുവയ്ക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വലിയ സന്തോഷം, അവിടെ നാം ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുകയല്ലേ ചെയ്യുന്നത്? അവൻ സത്യമായും പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ കുമാരനെന്ന് ആ വലിയ സത്യം ഉറക്കെ പറയുകയല്ലേ ഈ അടൂരെ തിരുഹൃദയ ദേവാലയത്തിന്റെ മക്കൾ. 90 വർഷങ്ങളായി ഇവിടുത്തെ കൊച്ചു പള്ളി മുതൽ വലിയ മറ്റൊരു പള്ളിയുണ്ടായി, അത് കഴിഞ്ഞ് ഇത്രയും വലിയ പള്ളിയുണ്ടായി. അവിടെയൊക്കെയും നാം ഈ ദേവാലയത്തിൽ വന്ന് നമ്മൾ ദൈവത്തെ ആരാധിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ പൂർവികരെ ഇവിടെ അന്തിമം വിശ്രമം കൊള്ളുന്നവരാണ്. സഹോദരങ്ങളെ, അവരുടെ പരിശുദ്ധ ജീവിതത്തിലേക്ക് നാം കടന്ന് ചെല്ലുകയാണ്. പരിശുദ്ധ അമ്മ തന്റെ വിശുദ്ധ ജീവിതത്തെ തന്റെ തിരുക്കുമാരൻ വഴിയായി നമുക്ക് പങ്കുവെച്ച് തന്നല്ലോ. തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന ആ വലിയ കാര്യം തനിക്കു വേണ്ടിയല്ല, മനുഷ്യവർഗത്തിനു വേണ്ടിയായിരുന്നല്ലോ. അവളുടെ ആ സമ്മതം ദൈവത്തിനു പോലും അവളിൽ വന്നു വസിക്കുന്നതിനു വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുകയാണ്, നീ സമ്മതിക്കുമോ? ദൈവം ഇറങ്ങി വരുന്നതിന് നമ്മുടെയൊക്കെ സമ്മതം ആവശ്യമാണ്. തുറന്നു കൊടുക്കാൻ സാധിക്കുമോ? ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തുറന്നു കൊടുക്കുന്ന ഒരു കഥക്. അത് നല്ല ജൂബിലി ആയിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ നടത്തിയ എല്ലാ പുണ്യപ്രവർത്തികളും നന്മ പ്രവർത്തികളും ഈ ഇടവക മക്കൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ മലങ്കര സഭ മുഴുവനായും ഈ ഇടവകയെ പുകഴ്ത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സഭയുടെ ലാൻഡ്മാർക്കാണല്ലോ. ഇവിടെ വന്നിട്ടാണല്ലോ എല്ലായിടത്തോട്ടും പോകുന്നത്. നിങ്ങൾക്ക് ദൈവം നൽകിയ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ കെട്ടിയെടുത്ത് നമുക്ക് നൽകിയ ഈ സംവിധാനം അനുഗ്രഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച് അവിടുന്ന് ദൈവമാകുന്നു എന്ന് നമുക്ക് ഏറ്റുപറയാം. ജൂബിലി നവതി കഴിഞ്ഞു, ഇനിയും 10 വർഷത്തേക്ക് സ്വസ്ഥത, ഇനിയും സെന്റിനറി, അതുവരെ ഫ്രീ അല്ല. അടുത്തു വരുന്ന 10 വർഷക്കാലം മലങ്കര കത്തോലിക്ക തിരുസഭയുടെ സെന്റിനറി ആഘോഷിക്കുന്നതിന് സഭ ഒരുങ്ങുകയാണല്ലോ. 94 വർഷങ്ങൾ കഴിഞ്ഞു. 6 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ സഭയുടെ 100ാമത് വർഷത്തെ ആ വലിയ സന്തോഷം നാം ആഘോഷിക്കും. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നവതിയിൽ പൂർണ്ണമായി നാം അനുഗ്രഹത്തോടെ സംബന്ധിക്കുന്ന ഈ അവസരത്തിൽ
ഈ ഇടവക മക്കളെ, എന്നെ ശ്രമിക്കുന്ന ഈ പ്രദേശത്തുള്ള ദൈവവിശ്വാസികളെ, ഈശ്വരവിശ്വാസികളെ നമ്മുടെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നവതിയുടെ അവസാനത്തിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം നമ്മുടെ 9 മക്കൾ ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. മക്കളെ, ഈ ഒരു നൂറ്റാണ്ടിലെ ഭാഗ്യപ്പെട്ട മക്കള് നിങ്ങളാണല്ലോ. ഇനി 100 വർഷമായിരിക്കുമ്പോൾ ആരൊക്കെ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് നിങ്ങൾ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സഭയിലേക്ക് ഇറങ്ങി ദൈവം വിശുദ്ധനാണെന്നും അവിടുന്ന് കർത്താവാണെന്നും വിശ്വസിച്ചുകൊണ്ട് ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് പോലെ ആ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപ ദൈവം നമുക്ക് തരുന്നതിന് മക്കളെ, നിങ്ങൾ വെറും ആഡംബരത്തോടുകൂടി ഡ്രസ് ധരിച്ച് തലയിൽ കിരീടം വെച്ചതുകൊണ്ട് അല്ല, കർത്താവ് നിങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആ ദൈവത്തെ സ്വീകരിക്കുവാൻ ഈ കുഞ്ഞു മക്കൾക്കിടയാകട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നബുദിയുടെ എല്ലാ നിറവും ഈ ഇടവകയ്ക്കും ഈ പ്രദേശത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുപറ്റാം. ദൈവം ഈ തിരുഹൃദയ ദേവാലയത്തെ, അടൂരിലെ തിരുഹൃദയ ദേവാലയത്തിന്റെ മക്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. Barkmor stomen galus. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബകുലഹുന്യൗമോസോദ് ഹായേലവൽമീൻ. ബാർക്കുമോർ കാർണിവന കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ ഈ വിശുദ്ധ രഹസ്യ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ
നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും ആകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്താട്ടിൻ കൂട്ടത്തിനു വേണ്ടി ബലിവസ്തുവായി തീർന്ന ഉത്തമയിടയനെ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്യഭൂഴിയായ ഞങ്ങളെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹരാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് ഞങ്ങളെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബേന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോഫേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അഗ്നിമയമായി സ്ഥലത്ത് അഗ്നിജാലയുടെ സിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമർത്ഥമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഈ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുൻപാകെ സമ്മേളിക്കുവാനിടയാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷയ്ക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ആമേൻ. ബലഹീനനും പാപിയുമായി ദാസൻ ഏറ്റുപറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, ആമേൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ആമേൻ. ജീവപ്ര
പ്രിയപ്രദനായ വിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളിൽ എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായി ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബാർഖമോർ ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ സൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിരിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവ് പിതാവിൽ പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലികോ സ്ലൈകോ ഏകോവിസ്വമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയുതാ. ഇതു നമസ്കാരത്തിൻ
ബാർക്കുമോർ സ്തോമൻ ഗാലൂസ് കൊറിയേലായിസു. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൻ ശ്ലോമോയും നൽശൈനോയും നമ്മെ കാക്കട്ടെന്നാളും തൻ ശ്ലോമോയും നൽശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലവലിക്കുന്നു. ദൈവമായ കർത്താവേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയത്തോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഇടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാത കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം.
ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധമാലാഖമാരോടും പ്രധാനമാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. പ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇതനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് തന്റെ ശ്ലീഹന്മാരോട് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സപരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ,
ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കിമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാവുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി വേദോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയലായിസോ, കുറിയലായിസോ, കുറിയലായിസോ. പരിശുദ്ധാത്മാവി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവനീ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനായി ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവനെ യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കിമോർ നാൽഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും മേജർ അധിപതിരാസനത്തിന്റെ മേലധ്യക്ഷനുമായ മോറാൻ മോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും ആബൂൻ മോർ യോഹാനോൻ മാർ ക്രിസ്റ്റോസും മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും ആബൂൻ മോർ പോളികാർബസ് എപ്പിസ്കോപ്പായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ഷമാശന്മാർ ദയനാർക്കാർ മുതലാർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർഖ്മോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
ആമേൻ. ബാർക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യമതിയും അനുഗ്രഹതയും നിത്യകന്യയും ദേ മാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും നിബിന്മാർ സ്ലീഹന്മാർ പ്രസംഗർ ഏവങ്കേലിയസ്തന്മാർ സഹോദയന്മാർ മൗദിയന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈകികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽവാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോ എന്ന് ചൊല്ലണം. കുറിയേലായിസോ. 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 കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവ് കൂടാതെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണയും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമേൻ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
റഹമോദാലോറാബോ ഫൊറുകോദിലാനേശുമിശിയോ അംഗുലഹുൻ ആഹായിലോൽമീൻ. ഉടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം പാലിക്കുമോ കുറിയേലായിസോ ആവേശത്താൽ യാചിക്കും ഹല്ലേലൂയ അടിയാരേ വീടല്ലേ പാരിക്കുമോ തുറിയിലായിസോ അലിവോടു ശീക്ഷേ ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹരിശം നീക്കി കാക്കണമേ പാലിക്കുമോ കുറിയേലായിസോ വാതിൽ തുറന്നീ പ്രാർത്ഥനയിൻ ഹല്ലേലൂയ നാദം കേൾപ്പി ഈടണമേ മാറിക്കുമോ തുറിയിലായിസോ ബാർക്കുമോർ കർത്താനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായവും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അർപ്പിക്കപ്പെട്ട വിശ്വരഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി
ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും വിശുദ്ധിയോടുകൂടി പങ്കുപറ്റുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നീ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വവും ഉള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ ഭയത്തോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. എന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന കാതരയോർക്കേണം ദയവാൻമാർ പുണ്യപ്പെട്ടു ഒന്നിച്ചേകുമവർ ആശ്വാസം ഈ പുത്രൻ ദൈവം ഒറിയോരാകെ സ്തുതിയോട് രാജമകൾ നിൻ വലഭാഗെ രാജഭാമിനിയും നിന്നഴകരചൻ മോഹിപ്പാ പിതൃഗ്രഹവും ബാലയ്ക്കുമോ പോലും വാദാമൻ പോലും ഭാജനമേ നിന്നുദിച്ചോ വേദസുതൻ തൃക്കരങ്ങളിൽ അലിവാർത്ത പക്കലപേക്ഷയാണ് കേണം സ്തൗവൻ കാലോസ് കുറിലായിസോ വാഴ്വായി തീ
കാദീശോ ദൈവാമിക കന്യാ മറിയാമിന്നായി പരിമള ധൂപച്ചുൾ വായുവിലുയരുന്നു മൊറിയോറാഹി ആലേ ഭൂവാദായി തേടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർത്ഥനമീ ഏകാത്മജനോടാധിക്കാം ഞങ്ങളിലാദ്രതോ നീട നയവാൻപന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോന്റെ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്കോ തുഷ്ടി പുഷ്ടികളും പാലിക്കുമോ ശുഭോലാബോലബറോവൽ റൂഹോ കാദീശോ മൂലം വാദാമൻ പോലും അൽമീരാമേ ഒരു പോലിങ്ങും മാർത്തോമാസ്ലിഹ വാനിലും അതുപോൽ നിന്നോർമ്മ ഉജഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനി ചോർക്ക സൗമൻ കാലസ് കുറിയേലായിസോ ഭാഗ്യം നിബിയാർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദീപി ഭാരിക്കുമോ ശുഭോലാബോലബറോവൽ റൂഹോ കാദീശോ മിശിഹായെ കാണുവാൻ സർവേരാശിച്ചു വാളാൽ ചിറകേന്തി ഉന്നത പദമേറി മുറിയോറാഹി ആലൈനുവാദാരി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാ ഭാഗ്യപ്പെട്ട ഈ അവസരത്തിൽ നമ്മുടെ പുണ്യപിതാക്കന്മാരെ നമുക്ക് ഓർക്കാം. അവരുടെ വിശ്വാസം പകർന്നുകൊണ്ട് ഈ പ്രദേശത്ത് 90 വർഷങ്ങൾ ആ വിശ്വാസത്തിൽ വളരുന്നതിനും തുടർന്ന് വരുന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുന്നതിനും നമുക്കിടയാകുന്നു. നമ്മളെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചിട്ടുള്ള വന്യരായ വൈദികര്, സിസ്റ്റേഴ്സ്, ദൈവസ്നേഹത്തിനു വേണ്ടി സഭാ ശുശ്രൂഷ നടത്തിയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്ന് ഈ ഇടവക ആരംഭിക്കുന്ന സമയം മുതൽ സഭ വളരുന്നതിന് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികള് എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ആദരവോടെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ല് നിന്ദാസൻ ദാവീദിനെയോർത്ത് നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാനുപദേശിക്കും സാക്ഷ്യമിതും ബാധിക്കുമോ
ലാബോലബറോവൽ റൂഹോ കാദീശോ മെൻമൂലം വാദാമൽ മൂലം വൽമീനാമി ശുചിയോട് ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിൻ വാതിൽ പോകി വാനവരൊത്തു വസിക്കേണം സ്തൗമൻ കാലോസ് കുറിയിലായിസോ ദൈവം സൃഷ്ടി ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി ആയി മൺമയനുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നീടും അത് കാൺമാനുള്ള നന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കൂറും നീറിമാ മണ്ണിനുയർച്ചയിലാശ്ചര്യം ബാരിക്കുമോ ലാബോലബറോവൽ റൂഹോ കാദീശോ ആദ്യാചാര്യത്വം കൈക്കും അഹരോൻ മോശയോടും നീച്ച് സ്കറിയ വരെ നൽകി മോശ നിത്യാചാര്യന ഈശോ സർവലോകോദ്ധാരണാർത്ഥം നൽകി തൻ ശ്രീഹൻ മാർക്കും നാനാ ഭൂമി വിഭാഗങ്ങൾ കേറി ശ്രീഹന്മാർ മെൻമൂലം വാദാമിൽ മൂലം അൽമീരാമി ആം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ തന്നാതാതരിയോർക്കീണം നയവാൻമാർ പുണ്യ പീട്ടോ സംസർഗീപുത്രൻ ദൈവം മുറിയോരാകെ മലൈ ഓവാദാരി ആചാര്യേശ മിശിഹാകൂദാ ശകളർപ്പിച്ചു പുണ്യം നാദാസ്തോത്രം നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ആകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഈ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ആമേൻ. നിനക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന
ഈ ആരാധരുടെ സംഘത്തെ ആശീർവദിക്കണമേ. ആമീൻ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുതമ്പുരാന്റെ കൃപ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപ നാം എല്ലാവരിലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പത്രയിമലോ ലമ്മൽമീൻ. വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ക്രമം പറയുകയാണ്. അഭിവന്യ പിതാവ് ആദർവാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മാത്രം കൊടുക്കുന്നു. അതിനുശേഷം 3 വൈദികരെ വിശുദ്ധ കുർബാന കൊടുക്കുന്ന രണ്ടുപേര് ഏറ്റവും മുമ്പിലും ഒരാള് നിലവിളക്കിന്റെ സമീപവും തിക്കും തിരക്കും കൂടാതെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഒന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. കുഞ്ഞുങ്ങൾക്ക് കുർബാന കൊടുത്തതിന് ശേഷം പാട്ട് തുടങ്ങിയാൽ മതി എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ശ്രേഷ്ഠാചാര്യൻ കാഴ്ചയണച്ചു. തന്നുടെ പക്കലിറങ്ങി വരാന ആത്മാവേ നീ നിന്നു വിളിച്ചിരുന്നകമേന ശരണത്താൽ
അവനെ മേശയിലപ്പം വീഞ്ഞാൽ നീ കാണുന്നു. ആരേമേ നിലുണർന്നവൻ നോക്കുകിലേനെ നോടനേ അവനെ മൺമയിൽ ഭക്ഷിച്ചമകം തെളിയും നീറ്റൻ തിരുതീപുത്രരഹസ്യങ്ങളഹോ പിണ്ടവരീടയിൽ ഏശായാതാൻ കണ്ടിവ നമ്മോടു സാക്ഷിക്കുന്നു. ദൈവത്വത്തിൻ മടിയിലിരിപ്പൊരു രഹസ്യം തെളിവാ. ദൈവം വീശിനാദാമേൽക്കായി വാങ്ങിക്കുന്നു. ക്രൂബിമാരുടെ തേരതുപോലെ സ്ഥിരമീ മാത്വഹാ. സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്. ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിലിവിടെ. കൈകളിലാദാം മക്കളിടത്താൻ ഘോഷിക്കുന്നു. കുരിയേലായിസോൻ 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 കുരിയേലായിസോൻ. പരിശുദ്ധാനായി സുതനേ സിഹിയും നാട്ടിമരത്തെ കുഞ്ഞാണതിനെ ജനിപ്പിച്ചൊരു മരമുണ്ടാക്കി. എവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു. ഇസഹാക്കിന്റെ കെട്ടുകളെ ചേർപ്പിച്ചതുമാവിടെ. ആകട്ടെ നല്ലോർമ്മ നാഥാ നിന്നുടെ ജനനീയ കന്യകമറിയ നിന്നെന്നും അവൾ യാചന തുണയാകട്ടെ. ഹല്ലേലൂയ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അങ്ങേക്കു സ്തുതി, അങ്ങേക്കു സ്തുതി, അങ്ങേക്കു സ്തുതി. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങയുടെ വിശുദ്ധ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു പുണ്യപ്രദമായ അങ്ങയുടെ വിശുദ്ധ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും
വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാറയ്ക്കുമോ. സ്തോത്രം ഞങ്ങൾ ഏവരുമങ്ങേ കേകിടുമെന്നും നിന്ദാതന്നും റൂഖുദിശായിക്കും സ്തുതി പാടിയിടും. നിന്തിരുഗാത്രം കൈക്കൊണ്ടോരാം ഞങ്ങളെ നാഥ, ദുഷ്കൃതമകിലം നീക്കി സദയം പാലിക്കേണമേ. യാചിക്കും പരിശുദ്ധന്മാരും നാഥ, പുണ്യം നൽകിയും മരിച്ചോർക്കും. ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായ രക്ഷിതരും വിശുദ്ധ മാമോദീസായാൽ മുദ്രിതരുമായവരെ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും പാപികളുമായ ഈ ദാസർ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.